അപ്പൊ പള്ളികളിലേക്ക് കൂടുതൽ ആളുകൾ എത്തും. മൊത്തം പ്രശ്നമായിരുന്നു. ഇന്ന് എന്തും പ്രതീക്ഷിക്കാം അല്ലേ അലി? എന്താ അവസ്ഥ? ഗുഡ് മോർണിംഗ് റോഷ്നി, വെങ്കി ആൻഡ് ശ്രീരാഗ്. ഈ പറഞ്ഞതുപോലെ ഇന്നലെ വളരെ സംഘർഷഭരിതമായിരുന്നു സഭയ്ക്ക് മുന്നിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ പറഞ്ഞതുപോലെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പോലീസും വിശ്വാസ സമൂഹവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. വൈദികർക്കെതിരായി നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രാർത്ഥന പ്രതിഷേധവുമായി അവിടെ വൈദികർ ഇരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇവർക്കെതിരായ പോലീസ് നടപടിയിലാണ് ഇന്നലത്തെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായത്. എന്തായാലും വൈകിട്ടോടുകൂടി ഏകദേശം ഈ സംഘർഷാവസ്ഥയൊന്ന് അടങ്ങിയെങ്കിൽ പോലും രാത്രി വൈകിയും ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും പ്രതിഷേധം തുടരുമെന്നും ഈ വിശ്വാസ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു സമവായ ചർച്ചയാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് ഇന്ന് കളമൊരുങ്ങുന്നുണ്ട്. ഈ ചർച്ചയിലെങ്കിലും വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഈ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പള്ളികളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വൈദികരെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രതിഷേധക്കാർ പുറത്തുവിട്ടിരുന്നു. അത് ആ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വൈദികരുടെ തിരുവസ്ത്രം വലിച്ചു കീറി എന്നതുൾപ്പെടെ ഉള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു പ്രതിഷേധം, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഈ വിശ്വാസി വിഭാഗം പോലീസിനെതിരെ നടത്തുന്ന സാഹചര്യവും ഇന്നലെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ നമ്മൾ കണ്ടു. എന്തായാലും ഇന്നത്തെ ചർച്ചയിലൂടെ ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനോടൊപ്പം വിശ്വാസി സമൂഹം കൂടി നിൽക്കുമെന്ന വിശ്വാസത്തിലുമാണ് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ സമവായ ചർച്ച നടക്കുന്നത്. അത്തരത്തിലൊരു ശുഭവാർത്ത തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അലി, മാത്രമല്ല ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറയുമല്ലോ, കേരളത്തിൽ ഏതെങ്കിലും ലൈംഗികാതിക്രമം നടക്കുമ്പോൾ, പീഡനം നടക്കുമ്പോഴൊക്കെ പ്രതികളുടെ ഭാഗത്ത് നിന്ന് വാദങ്ങൾ നിരത്തുന്ന, ചാനൽ ചർച്ചകളിൽ വന്ന് നിരത്തുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വറിനെതിരെ ഇന്ന് കേസെടുക്കുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും റോഷ്നി, ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും വരാനുള്ള, മധ്യകേരളത്തിൽ നിന്നും വരാനുള്ള ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഈ വിഷയം തന്നെയാണ്. അതായത് ഈ ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു വെട്ടുകിളിക്കൂട്ടത്തെ സൃഷ്ടിച്ച് അറ്റാക്ക് നടത്തുന്ന സ്വഭാവം നേരത്തെയും ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്നും, രാഹുൽ ഈശ്വറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നിരവധി ആരോപണങ്ങൾ നേരത്തെയും നേരിട്ടയാളാണ്. കേസുകൾ പലതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. രാഹുൽ ഈശ്വറിന്റെ പേരിൽ ഹണിറോസ് തന്നെ നേരത്തെ കേസ് കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹണിറോസ് തനിക്കെതിരായ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഒരു സംഘടിത ആക്രമണം നടത്താൻ രാഹുൽ ഈശ്വർ നേതൃത്വം നൽകുന്നു, രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം തന്റെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക്, ആത്മഹത്യ ചെയ്യേണ്ട നിലയിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു, തന്റെ ജോലിയെ ബാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു ഹണിറോസ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ഹണിറോസ് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ ഈശ്വറിനെതിരെ ഒരു കേസ് എടുക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ആ കേസ് ഇന്ന് എടുക്കുമോ എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഹണിറോസിന്റെ കുടുംബവുമായി, ഹണിറോസുമായി ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന നിലയിലുള്ള നടപടികളാണ് ചാനൽ ചർച്ചകളിലൂടെയും സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും എല്ലാം രാഹുൽ ഈശ്വർ നടത്തുന്നത് നമ്മൾ സാധാരണ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഇന്ന് യുവജന ദിനം കൂടിയാണ്. ശ്രീരാഗ് ഭരതനാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. ഈ അലി അക്ബർ ഷാ നന്നായി കവിത പാടും കേട്ടോ ശ്രീരാഗ്. അലി, ശബ്ദമൊക്കെ ശരിയായോ? കഴിഞ്ഞ ആഴ്ച ശബ്ദം ഒക്കെ പോയിരിക്കുന്നു. ഒരു കവിത പാടാൻ പറ്റുമോ? സൗണ്ട് ടെസ്റ്റ് ആയാലോ? റോഷ്നി, വെങ്കി, ഞാൻ ശ്രീരാഗിന്റെ പാട്ടുകൾ ഗംഭീരമാണ്. ഞാൻ ശ്രീരാഗിനെ ശ്രദ്ധിക്കുന്നു. പാട്ടുകളെക്കാൾ കൂടുതൽ ശ്രീരാഗിന്റെ തഗ്ഗുകളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഷോർട്ട് വീഡിയോസിലൂടെയൊക്കെ വരുന്ന ശ്രീരാഗിന്റെ മറുപടികൾ ഈ ചുട്ട അപ്പം പോലെ സ്പോട്ടിൽ വരിക എന്ന് പറയുന്നത് പോലെ, കാര്യമായൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിലും കാര്യമായൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആയിരിക്കും ഒറ്റ സ്പോട്ടിൽ ഒറ്റ വാക്കിലൊക്കെ ശ്രീരാഗ് ഇരുത്തി കളയുക. അപ്പം അത്തരം ഷോർട്സും വീഡിയോസും ഒക്കെയാണ് ശ്രീരാഗിനെ നമ്മളെ കൂടുതൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ശ്രീരാഗിന്റെ പാട്ട് കേട്ട് ദിവസം തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നത് ഗസ്റ്റ് ഗംഭീരമായ സൺഡേ. ശരി, എന്തായാലും അപ്പോ ശ്രീരാഗിനോട് ഒരുപാട് പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ വെങ്കി പ്രേക്ഷകര്. പിന്നെ